സ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. ചുവടെടുപ്പാൻ കുരിശിൽ മരിപ്പാൻ തിരുമനസ്സാൽ വന്നവരേ. ചുവടെടുപ്പാൻ കുരിശിൽ മരിപ്പാൻ തിരുമനസ്സാൽ വന്നവരേ. ഒരു ഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതിയാരാധന അങ്ങയ്ക്ക്. ഒരു ഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതിയാരാധന അങ്ങയ്ക്ക്. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാക്കപ്പെട്ട നിമിഷം. പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാക്കപ്പെട്ട നിമിഷം. ഞാനോടുമ്പോൾ നന്ദി നിറയുന്നപ്പ സ്തുതിയാരാധന. ഞാനോടുമ്പോൾ നന്ദി നിറയുന്നപ്പ സ്തുതിയാരാധന. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. ദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ. ദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ. എന്നെ യോഗ്യനാക്കി പ്രിയപുത്രനാക്കി സ്തുതിയാരാധന. യോഗ്യനാക്കി പ്രിയപുത്രനാക്കി സ്തുതിയാരാധന. സ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. ഒരു വേദനയും അപമാനവും വന്നിടലേ. നമ്മുടെ നിമിത്തം ദൈവത്തിന് അപമാനം ഉണ്ടാകരുത്. ഒരു വേദനയും അപമാനവും വന്നിടലേ. എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ സ്തുതിയാരാധന അങ്ങയ്ക്ക്. എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ സ്തുതിയാരാധന അങ്ങയ്ക്ക്. സർവ്വസ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതിയാരാധന 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 അങ്ങയ്ക്ക്. സ്തുതിയാരാധന സ്തുതിയാരാധന
തിരുസന്നിധിയിൽ വരുവാൻ ഓ glory. കർത്താവിന്റെ തിരുദേഹം, കർത്താവിന്റെ ശരീരം നമുക്ക് നമ്മുടെ പുത്രനായ പിതാവിന്റെ സുതലേക്ക് നമ്മളെ അടുപ്പിക്കാം. അവന്റെ ദേഹമെന്ന തിരശ്ശീല അവൻ കീറിയതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24:44 വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മണവാളൻ വരുന്നു, എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്നൊരു വിഷയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. കൂടപ്പിറപ്പുകളെ, ദൈവസഭ ഭൂമിയുടെ പരപ്പിൽ ആത്മമണവാളനായ ക്രിസ്തുയേശുവിന്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മണവാട്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മണവാളനായും ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ മണവാട്ടിയായും പുതിയ നിയമ വേദഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവസഭ അത് വിശ്വസിക്കുന്നു, ദൈവസഭ അത് പഠിപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന മണവാട്ടിയെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കാന്ത എന്ന് വിളിക്കുന്ന വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കർത്താവായ ക്രിസ്തു തൻ്റെ സഭയെ താൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ താൻ ഇരിക്കുന്നിടമായ സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടു പോകാനായി വേഗം മടങ്ങി വരും. അതിനുവേണ്ടി നാം ദൈവസഭ ഒരുങ്ങിയിരിക്കുവാൻ ശക്തമായ ഒരു ആഹ്വാനമാണ് ദൈവവചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പ്രിയ മണവാട്ടി ഒരുക്കമുള്ളവളും ജാഗ്രതയുള്ളവളുമായിരിക്കണം. എങ്കിലേ മണവാളൻ വരുന്നത് അറിയുവാനും മണവാളനെ എതിരേൽക്കുവാനും കൂടെ പോകുവാനും കഴിയുള്ളൂ. മണവാളന്റെയും മണവാട്ടിയുടെയും ശത്രുവായ പിശാച് മണവാട്ടിയുടെ ജാഗ്രതയ്ക്ക് ഭംഗം വരുത്തുവാൻ, അവൾ തന്നെത്താൻ ഒരുങ്ങാതെ ഇരിക്കുവാൻ, അവളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ തന്ത്രം ഉപയോഗിക്കുകയും അവളെ വശീകരിച്ച് അവളുടെ ശ്രദ്ധയെ തിരിച്ചു കളയുവാൻ ഏത് മാർഗം ഉപയോഗിക്കുന്നവനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിപ്രധാനമായവയെ ശ്രദ്ധിക്കാതിരിക്കുകയും അപ്രധാനമായതിനെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുക എന്ന പൈശാചിക തന്ത്രത്തിൽ നാം കുടുങ്ങരുത്. പിശാചിന്റെ തന്ത്രത്തിൽ സംഭവിക്കുന്നത് തന്നെത്താൻ ഒരുക്കപ്പെടേണ്ട ദൈവമക്കൾ ഈ തന്ത്രത്തിൽ കുടുങ്ങുവാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. നല്ലത് തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കേണ്ടവർ അതിന് ശ്രമിക്കുമ്പോൾ ഏറ്റവും മെച്ചമായത് നഷ്ടമാകുന്ന ഒരു കാലഘട്ടം. അപ്രധാനമായതും ആവശ്യമില്ലാത്തതിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മണവാളന്റെ വരവ് വിസ്മരിച്ചു പോകുന്ന ജാഗ്രതക്കുറവ് അത് ആപൽക്കരമാണ് എന്ന് നാം തിരിച്ചറിവുള്ളവരാകുവാൻ ഉള്ളൊരു ആഹ്വാനമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നാം ശ്രദ്ധിക്കണം. നനയ്ക്കാത്ത നാഴികയിൽ വരുന്നവനായ മുന്നറിയിപ്പൊന്നും ഇനിയും തരാതെ ഒരുങ്ങിയിരിക്കുന്നവരെ ചേർത്തുകൊള്ളുവാൻ വരുന്നവനായ മണവാളൻ വരുമ്പോൾ ആ വരവ് തിരിച്ചറിയാതെ കൈവിടപ്പെട്ടു പോകുന്ന, അലസരായി കഴിഞ്ഞ, മണവാട്ടി പദവി നഷ്ടമാക്കിയവർ ലജ്ജിക്കപ്പെടേണ്ടി വരുന്ന ഒരു നാഴിക വെളിപ്പെടുവാൻ പോകുന്നു. അത് ഭയങ്കരമായ ഒരു അനുഭവമായിരിക്കും. നനയാത്ത നാഴികയിൽ അവൻ വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. മനുഷ്യപുത്രൻ വരുന്ന ദിവസം, ആ സമയം മനുഷ്യർക്ക് ഏവർക്കും അജ്ഞാതമായിട്ടുള്ളതാണ്. മണവാളന്റെ വരവിന്റെ സമയം എപ്പോഴെന്ന് ആർക്കും അറിയാൻ കഴിയുകയില്ല. എന്ന് ആ സമയം ആർക്കും അറിയാൻ കഴിയത്തില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഓർപ്പിച്ചിരിക്കുന്നത് രാത്രിയിൽ മോഷ്ടിക്കുവാൻ വരുന്ന ഒരു കള്ളന്റെ വരവ് ദൃഷ്ടാന്തമായി വെളിപ്പെടുത്തി തന്നിട്ടാണ്. കള്ളൻ രാത്രിയിൽ വിലപിടിപ്പുള്ളത് എടുക്കാൻ വരുന്നത് പോലെ ക്രിസ്തു വരുമെന്ന് പറഞ്ഞാൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ വരും. അതുകൊണ്ട് അവന്റെ വരവ് പ്രതീക്ഷിക്കുന്നവർ
ഒരുങ്ങിയിരിക്കണം, ജാഗ്രതയോടെ കാത്തിരിക്കണം. അനുസരിക്കേണ്ട കർത്തൃകൽപ്പനകളും അപ്പോസ്തലിക ഉപദേശങ്ങളും ഒന്നും ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. എല്ലാ പിഴവുകളും, ചെറിയ ചെറിയ പാപങ്ങളും വീഴ്ചകളും ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. വചനത്താലും രക്തത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ശുദ്ധീകരണവും ശക്തീകരിക്കപ്പെടലും ഏറ്റെടുത്ത് അനുഭവിക്കുന്നവരായി തന്നെ നിലകൊള്ളണം. അവൻ വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുമെന്ന പൂർണ്ണ പ്രത്യാശയുള്ളവരുമായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് ആ ഭാഗം വായിക്കുന്നത്: ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏതു നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. പ്രിയരെ, അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, ജാഗ്രതയുള്ളവരാകുവീൻ എന്നൊക്കെയുള്ള കൽപ്പനാ ശബ്ദത്തിൻ്റെ അർത്ഥം എന്തെന്നത് നാം വ്യക്തമായി തിരിച്ചറിയണം, പഠിക്കണം. കർത്താവിങ്കലേക്ക് എപ്പോഴും നോക്കുന്നതും അവനെ ധ്യാനിക്കുന്നതും അവൻ്റെ കൂട്ടായ്മ പ്രിയപ്പെടുന്നതും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതും വെളിപ്പെട്ട് കിട്ടുന്ന പാപങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച്, രമ്യതയില്ലായ്മയെക്കുറിച്ച്, സ്നേഹമില്ലായ്മയെക്കുറിച്ച്, വചന തിരസ്കരണ നിലപാടുകളെക്കുറിച്ചൊക്കെ അനുതപിക്കുന്നതും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അതിനൊക്കെ പരിഹാരം വരുത്തുന്നതും നിരപ്പ് പ്രാപിക്കുന്നതുമാണ്. ഈ കാര്യങ്ങൾ നമ്മിൽ നടക്കുന്നുവെങ്കിലേ നാം അവൻ്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. അവൻ്റെ യഥാർത്ഥ മണവാട്ടിയുടെ സ്വഭാവങ്ങളാണിത്. ഈ കാര്യങ്ങളൊക്കെ അവരവരുടെ ജീവിതത്തിൽ നടക്കണം, നടന്നുകൊണ്ടിരിക്കണം, ഒരുക്കം പൂർത്തീകരിക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള, തിരിച്ചറിവുള്ള ദൈവമക്കളുടെ കൂട്ടമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് മണവാട്ടിയായിരിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രിയരെ, വചനം കേൾക്കുന്നവർ മണവാട്ടിയാണോ, ഒരുക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ ദൈവത്തിന് വചനം ചോദിക്കുമ്പോൾ അത് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിൽ ഒരു ശോധന ചെയ്ത് നാം വചനം കേൾക്കുന്ന മണവാട്ടിയാണ്, കേൾക്കപ്പെടുന്ന വചനപ്രകാരം ഒരുക്കപ്പെടുവാൻ സമർപ്പിച്ചിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നാം തിരിച്ചറിയേണ്ട ഒരേ ഒരു സത്യം, നമ്മുടെ മണവാളൻ നമ്മുടെ സമീപത്താണെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ രക്ഷയ്ക്കായിട്ടാണ്. അവൻ്റെ മണവാട്ടിയായിട്ട് നമ്മെ നിയമിച്ചാക്കി വച്ചിരിക്കുകയാണ്. അവസരവും ഈ നല്ല ദാനവും വലിയ പദവിയും പ്രിയരെ നഷ്ടമാക്കരുത്. മറിച്ച് നന്ദിയുള്ളവരായി അവൻ്റെ വരവിനായി, പ്രാണപ്രിയൻ കാന്തൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കും. കൂടപ്പിറപ്പുകളെ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി അവരെ പാർപ്പിക്കുവാനുള്ള പാർപ്പിടം ഒരുക്കുവാനായിട്ടാണ് മണവാളൻ പോയിരിക്കുന്നത്. അവൻ പോയി വീടൊരുക്കി അവൻ മടങ്ങി വരുന്നത് നമുക്ക് അപ്രതീക്ഷിതം എന്ന് തോന്നുന്ന സമയത്താണ് എന്ന് തിരിച്ചറിയുക. മുൻകൂട്ടി അറിവ് തരാതെ അവൻ വേഗം വരും. വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടി എപ്പോഴും പാതിവൃത്യമുള്ളവളായി ഒരുക്കം പൂർത്തീകരിച്ച് ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ടവളാണ്. മണവാളൻ വരുമ്പോൾ ഒരു ആർപ്പ് വിളി മുഴങ്ങും: മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ. ആ ആർപ്പുവിളി നമ്മുടെ കാതിൽ കേൾക്കുവാൻ ഇടയാകട്ടെ. പുറപ്പെടണമെങ്കിൽ നാം ഒരുങ്ങിയിരിക്കണം. ഈ ആർപ്പുവിളി ഏതു സമയത്തും മുഴങ്ങാം. കൂടപ്പിറപ്പേ, താങ്കൾ ദൈവസഭയുടെ ഭാഗമായിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അവകാശിയായിട്ടുണ്ടോ? ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടിയായി തീർന്നിട്ടുണ്ടോ? ഒരുങ്ങി ജാഗ്രതയോടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ, അതിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും ഇടയായി തീർന്നിട്ടുള്ളതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ള താല്പര്യത്തോട്, ആഗ്രഹത്തോട് ഒരുങ്ങിയിരിക്കാൻ
ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ അതിന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം. ഇന്ന് പകലിലും അപ്രകാരം ഒരുങ്ങിയിരിക്കുന്നൊരു ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഞങ്ങളുടെ മണവാളൻ വരുന്നു, എതിരേൽക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളുടെ ഒരുക്കം അധികം ശ്രദ്ധയോടെ കഴിച്ച് പൂർത്തീകരിക്കാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരുന്നു. വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. വചനപ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കൂടപ്പുറപ്പുകളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. നമ്മുടെ നിമിത്തം ദൈവത്തിന് അപമാനം ഉണ്ടാകരുത്. ഒരു വേദനയും അപമാനവും വന്നിടലേ. എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ സ്തുതിയാരാധന. എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ സ്തുതിയാരാധന. സ്തുതികൾക്കും ബഹുമാനത്തിനും യോഗ്യമേ. ബഹുമാനത്തിനും യോഗ്യമേ. സ്തുതിയാരാധന സ്തുതിയാരാധന സ്തുതിയാരാധന. സ്തുതിയാരാധന സ്തുതിയാരാധന സ്തുതിയാരാധന. അറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാകപ്പെട്ട നിമിഷം. അറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാകപ്പെട്ട നിമിഷം. ഞാനോർക്കും ഇപ്പോൾ നന്ദി നിറയുന്നപ്പ സ്തുതിയാരാധന. ഞാനോർക്കും ഇപ്പോൾ നന്ദി നിറയുന്നപ്പ സ്തുതിയാരാധന. സ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യമേ. സ്തുതികൾക്കും സർവ്വപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യമേ. സ്തുതിയാരാധന സ്തുതിയാരാധന സ്തുതിയാരാധന. സ്തുതിയാരാധന സ്തുതിയാരാധന സ്തുതിയാരാധന. ശീലചിന്തി തിരുസന്നിധിയിൽ വരുവാൻ